ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം HSST കൊമേഴ്സ് അല്ലെ, നമ്മൾ ഏറെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് HSST കൊമേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ HSST കൊമേഴ്സിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എക്സാമിന്റെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് അല്ലെ, അതായത് ജൂലൈ ഓഗസ്റ്റ് സമയത്തേക്കായിരിക്കും എക്സാം ഉണ്ടാകുക എന്നൊരു എക്സ്പെക്ടേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, PSC തന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്, ഓരോ സബ്ജക്റ്റിനും അല്ലെങ്കിൽ HST കൊമേഴ്സിനെ നമ്മൾ നോക്കി കാണുന്നത്. അപ്പൊ നമ്മൾക്ക് ഇടയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നിൽ ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസങ്ങളിൽ എണ്ണുകയാണെങ്കിൽ ഏതാണ്ടൊരു 90 ദിവസത്തിന് ഇടയ്ക്കുള്ള സമയം മാത്രമേ നമ്മളെടുത്ത് ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് HST കൊമേഴ്സിലേക്ക് എത്താൻ പറ്റുക നമ്മൾ ആലോചിക്കണം. സ്വാഭാവികമായിട്ടും HST കൊമേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ട്. നമ്മൾ കുറഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതാണ് എത്രത്തോളം ആൾക്കാരാണ്. 7000-ലധികം ആൾക്കാർ HST കൊമേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒഴിവുകളാണെങ്കിലോ അത്രയും കുറഞ്ഞ ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ നമ്മൾ എന്ത് വേണം, മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ. നമുക്കറിയാം ഓരോരോ PSCയുടെ പരീക്ഷ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ക്വസ്റ്റ്യനിലെ മാറ്റങ്ങൾ, ക്വസ്റ്റ്യൻ പാറ്റേണിലെ മാറ്റങ്ങൾ, ഫോക്കസ് ഏരിയയിലെ മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിന് നമ്മൾ വെറുതെ പോയി എക്സാം എഴുതി അല്ലെ എക്സാം അറ്റൻഡ് ചെയ്ത് വരിക എന്നൊരു കാര്യം അവിടെ എന്തല്ല, ശാശ്വതമായിട്ടുള്ളതല്ല. ഇനി എക്സാമിലേക്ക് അല്ലെങ്കിൽ എക്സാമിന് നല്ല രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ HST കൊമേഴ്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചു, പുതിയ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അല്ലെ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക എന്നൊക്കെ കാര്യങ്ങൾ, അല്ലെ ഇത്ര സമയത്തിനുള്ളിൽ എങ്ങനെ പഠിക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് സംശയങ്ങളുമായിട്ട് വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ. അതാണ് ഞങ്ങളുടെ പുതിയ ബാച്ച് HST കൊമേഴ്സ് 90 ഡേ ബാച്ച് അല്ലെ. 90 ദിവസത്തെ കൃത്യമായ പഠന സ്ട്രാറ്റജികളും അതേപോലെ മോഡൽ എക്സാമുകളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത്തരത്തില് കറക്റ്റ് സ്ട്രാറ്റജിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു മോഡലിലേക്ക് അല്ലെങ്കിൽ എക്സാമിന് നല്ല രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഓരോ ദിവസം എങ്ങനെയാ നമുക്ക് പോയി നോക്കാം. ഇവിടെ Day 1 Day 2 എന്ന രീതിയിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഓരോ ഡേയിലെയും വരുന്നുണ്ട് അല്ലെ. Day 1 പറയുന്ന സമയത്ത് റിസർച്ച് മെത്തഡോളജിയും അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് അവർ Day 1 വരുന്നത്. കൂടാതെ ജനറൽ പേപ്പർ, അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ സബ്ജക്ട് പേപ്പർ മാത്രമല്ല അവിടെ ജനറൽ പേപ്പറും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു 90 ഡേ ടൈം ടേബിൾ നമ്മൾ അവിടെ എന്ത് ചെയ്ത് സെറ്റ് ആക്കിയിരിക്കുന്നത് അല്ലെ. അതുകൂടാതെ Day 2 വരുന്ന സമയത്ത് റിസർച്ച് മെത്തഡോളജിന് വരുന്നു. റിസർച്ച് മെത്തഡോളജിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഏരിയാസ് വരുന്നു. അങ്ങനെ ഒരു റിസർച്ചിന്റെ ഏരിയകൾ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അടുത്ത നമ്മൾ വരുന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റും ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്നുള്ള ഏരിയ. അതിന് മുന്നേ എക്സാമുകളുണ്ട്, ആ കാര്യം കൂടി പറയട്ടെ. ഒരു മൊഡ്യൂള് കഴിഞ്ഞാല്, റിസർച്ചിന്റെ ഒരു മൊഡ്യൂള് കഴിഞ്ഞാല് അതില് ആ ഒരു മൊഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സാം ഉണ്ടാവും. അതെങ്ങനെയാ എക്സാം ഉണ്ടാവുക, അതായത് നമ്മൾ ആ മൊഡ്യൂളിൽ പഠിച്ച കാര്യങ്ങള് കൂടാതെ നിങ്ങൾക്ക് ആ മൊഡ്യൂള് ഇത്ര ദിവസത്തിനുള്ളിൽ തീരുന്നതിന് മുന്നേ തന്നെ ലൈവ് സെഷൻസ് ഉണ്ടാവും. അപ്പൊ ലൈവ് സെഷനിൽ നിങ്ങൾ അതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്കുകളും ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് സെഷനിൽ വിദഗ്ധരായ അധ്യാപകരുമായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എക്സാമിലോട്ട് കടക്കുന്ന സമയത്ത് ഈ ലൈവ് സെഷനിൽ അധ്യാപകർ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങള്, അതേപോലെ ആ ഒരു മൊഡ്യൂൾ ഉണ്ടാവുന്ന കാര്യങ്ങള്, ആ ടോപ്പിക്കിനെ ഒന്നാകെ മുൻനിർത്തിക്കൊണ്ട് അതില് സബ്ജക്ട് ടോപ്പിക് വരും, കൂടാതെ ജനറൽ നോളജ് വരും, അതുകൂടാതെ കറണ്ട് അഫയേഴ്സ് വരും, അതുകൂടാതെ ജനറൽ പേപ്പർ വരും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് നിങ്ങൾ എക്സാം ഉണ്ടാവുക. ആ എക്സാം നമ്മൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതാണ്ട് ആ ഒരു മൊഡ്യൂളിനെ നല്ല രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതും ജസ്റ്റ് MCQ മാത്രമല്ല. നമുക്കറിയാം HST കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം MCQ മാത്രം ചെയ്താൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, അസേർഷൻ റീസൺ, അതേപോലെ തന്നെ ടേബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ടൈപ്പുകളുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ എക്സാമിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു മൊഡ്യൂൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മൊഡ്യൂളിന്റെ എക്സാം ഉണ്ടാവും. എക്സാമിൽ അടങ്ങിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്.
ഓക്കെ, ഇനി അത് കഴിഞ്ഞ് അടുത്ത ഏരിയയിലേക്ക് നമ്മൾ കടക്കും, ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് എന്നുള്ള രണ്ടാമത്തെ ഏരിയ. അങ്ങനെ ഓരോരോ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് പോകുന്നത്, നമ്മളെ ഡേയ്സിന്റെ ടൈം ടേബിൾ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡേയ്സിന്റെ ടൈം ടേബിൾ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോരോ ഡേയും പഠിക്കാനുള്ള ടോപ്പിക്കുകൾ സമ്പൂർണ്ണമായിട്ടും അല്ലെ ഏതൊക്കെയാണോ ഏരിയകൾ കവർ ചെയ്യേണ്ടത് ആ ഏരിയ നമ്മൾ നല്ല രീതിയിൽ അന്ന് തന്നെ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ഏരിയനെ പെട്ടെന്ന് തന്നെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് റിവിഷൻ നടത്തണം അല്ലെ. സോ അത് കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ ആരംഭിക്കുകയാണ്. അതും ഇവിടെ പ്രത്യേകത എന്താ, ഇവിടെ രണ്ട് തരത്തിലുള്ള റിവിഷൻ കൊടുക്കുന്നുണ്ട്. മൊഡ്യൂൾ വൈസ് റിവിഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ, മൊഡ്യൂൾ വൈസ് റിവിഷൻ, അതേപോലെ ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ അവിടെ റിവിഷനും കൊടുക്കുന്നുണ്ട്. സാധാരണ കറണ്ട് അഫയേഴ്സിന്റെ റിവിഷൻ കൊടുക്കുന്നത് വളരെ കുറവാണ്, പക്ഷെ അവിടെ മൊഡ്യൂൾ വൈസ് റിവിഷനും അതേപോലെ കറണ്ട് അഫയേഴ്സ് റിവിഷനും. അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച മൊഡ്യൂൾ 1ന്റെ റിവിഷൻ എക്സാം അവിടെ നടക്കുന്നുണ്ട്. അടുത്ത ദിവസം അതേപോലെ തന്നെ നമ്മൾ മൊഡ്യൂൾ 2 റിവൈസ് ചെയ്യും, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട റിവിഷൻ എക്സാം അവിടെ നടക്കും. അടുത്ത വീണ്ടും നമ്മൾ മൊഡ്യൂൾ 3യുടെ എക്സാം നടക്കും. ഇങ്ങനെ ഓരോരോ മൊഡ്യൂളും നമ്മൾ റിവൈസ് ചെയ്യും, ആ മൊഡ്യൂളിന്റെ ഒക്കെ റിവിഷൻ എക്സാമുകൾ അവിടെ നടക്കും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു മൊഡ്യൂൾ നമ്മൾ പഠിച്ചു, അവിടെ നമ്മൾ എക്സാം എഴുതി അല്ലെ. പിന്നെ വീണ്ടും നമ്മൾ ആ കറക്റ്റ് ഡേ മൊത്തം കഴിഞ്ഞു കഴിഞ്ഞാല് വീണ്ടും നമ്മൾ അത് തന്നെ ഒന്നുകൂടി പഠിക്കുകയാണ്. അപ്പൊ ഒന്നുകൂടി പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ഒന്നുകൂടി അത് ഓർമ്മയിലേക്ക് വരും. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിവിഷൻ എക്സാം എഴുതുകയാണ്. ഇങ്ങനെ ഓരോരോ മൊഡ്യൂളിന്റെയും നമ്മൾ റിവിഷൻ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സബ്ജക്ട് വൈസ് റിവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മോഡൽ എക്സാം അല്ലെ, ഒരു സബ്ജക്ട് വൈസ് റിവിഷൻ അവിടെ കൊടുത്തു. ഇത്ര ഏരിയ, അതായത് 1, 2, 3 മൊഡ്യൂളുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ എക്സാം ഉണ്ട്. 3 മൊഡ്യൂൾ ഒരുമിച്ചുള്ള മോഡൽ എക്സാം. അത് കഴിഞ്ഞ് വീണ്ടും പോവുകയാണെങ്കിൽ മൊഡ്യൂൾ 5 വരെ കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും മോഡൽ എക്സാമുകൾ. പിന്നെ വീണ്ടും അടുത്ത ലെവൽ കഴിയുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് മോഡൽ എക്സാമുകൾ. അങ്ങനെ എക്സാമുകൾ റിവിഷനുകളൊക്കെ ഒരുപാട് കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് ഈ ഒരു 90 ഡേ ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 90 ഡേ ബാച്ചുമായിട്ടുള്ള സബ്ജക്ട് കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 90 ഡേന്റെ ബാച്ചിന്റെ സബ്ജക്ട് വൈസ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എങ്ങനെയാണ് 90 ഡേ ബാച്ചിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. HST കൊമേഴ്സിന്റെ 90 ഡേ ബാച്ച് ആണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ നമ്മൾ പറയാൻ പറ്റുള്ള നമ്മളെ ഫീച്ചേഴ്സ് ആണ്. ഇവിടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ട്. റെക്കോർഡ് ക്ലാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെ നിന്നും കാണാം. നിങ്ങൾ സാധാരണഗതിയിൽ ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പല വിധത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഇതേപോലെ ക്ലാസ്സുകൾ ഓഫ്ലൈൻ ആയിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, ലൈവ് സെഷൻ, എല്ലാ സബ്ജക്റ്റിനും ലൈവ് സെഷൻ ഉണ്ട്. ഇവിടെ ലൈവ് സെഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് രാത്രിയൊക്കെ ലൈവ് സെഷനൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനോ മറ്റോ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാണാനല്ലേ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ആപ്പില് ഈ ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോരോ ലൈവ് മിസ് ചെയ്യാതെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതുപോലെ വീക്കിലി എക്സാമുകൾ, ക്വറി ഹാൻഡ്ലിങ്, ഡെയിലി ടോപ്പിക് റിവിഷൻസ്, ഇത്രയും വലിയ രീതിയിലുള്ള ഫീച്ചറോട് കൂടിയാണ് ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോ മടിച്ചു നിൽക്കണ്ട, 90 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, HST കൊമേഴ്സ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും മറ്റും വേണ്ടി നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ആശംസകളും നേരുന്നു. ബൈ.